നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായിട്ട് ജമാഅത്തിന് വരാത്ത സാഹചര്യമുണ്ടായി. എന്നാൽ ഒരു ദിവസം ഒരൽപ്പം ശമനം തോന്നിയപ്പോൾ രണ്ടാളുകളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് കാലി എഴച്ചഴച്ച് നടന്നിട്ട് ജമാഅത്തിന് വന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, സുഖമില്ലാത്ത സമയത്ത് കാലി അഴച്ചഴച്ച് അതാ രണ്ടാളെ ചുമലിൽ കൈവച്ച് നബി തങ്ങൾ ജമാഅത്തിന് വരുന്നു. എന്റെ യുവാക്കളെ, കാരണവന്മാരെ, പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ നമ്മളാളെ നിശ്ചയിച്ചിട്ടുണ്ട്, ശമ്പളം കൊടുക്കുന്നുണ്ട്, നല്ല സൗണ്ടുള്ള മൈക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഹയ്യ അലസ് സലാ, നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് അള്ളാന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മളൊന്ന് പോകാൻ തയ്യാറാകണ്ടേ, ജമാഅത്തിന് പങ്കെടുക്കണ്ടേ. അതുകൊണ്ട് എന്റെ സദസ്സിൽ പങ്കെടുത്ത സർവ്വ മുഅ്മിനീങ്ങളോടും പറയട്ടെ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട്, നബിയേ, എന്റെ വഴി വളരെ ദുർഘടം പിടിച്ച വഴിയാണ്, കണ്ണിന് കാഴ്ചയില്ല, കൈപിടിക്കാൻ ആളില്ല, വിഷമത്തിലാണ്, ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവസാനം പറഞ്ഞത് എന്താണ്? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഫല്യശ്ഹദ്, പള്ളിയിൽ വരണം കേട്ടോ. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളിയുടെ തൊട്ടടുത്തുള്ളവർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരമില്ല. അപ്പൊ ജമാഅത്ത് എന്ന് പറയുന്നത് അത് നടക്കുമ്പോൾ നമ്മൾ അങ്ങാടിന്ന് കഥ പറയേണ്ടവരല്ല, ആ സമയത്ത് നമ്മൾ അതാ വേറെ പരിപാടിയിൽ ഏർപ്പെടേണ്ടവരല്ല, ജമാഅത്തിന് പങ്കെടുക്കേണ്ടവരാണ് മുസ്ലിം സമുദായം, പുരുഷന്മാര്. സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾക്ക് അവരെ വീടാണ് ഖൈറെന്ന് നബി തങ്ങൾ പറഞ്ഞതിനാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ഫമാ അലിംതു മിൻഹുന്ന ഇംറാതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ, രാത്രിയോ പകലോ ഒരു വെള്ളിയാഴ്ച ജുമുഅക്കോ നബി തങ്ങളെ വീട്ടിൽ നിന്ന് ഒരു ഭാര്യയും ഒരു പെൺകുട്ടിയും പോയിട്ടില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അത് വിവരിച്ചുകൊണ്ടാ പറഞ്ഞത്, സ്ത്രീകൾക്ക് അങ്ങനെ പള്ളിയിൽ പോകുന്നതിന് വല്ല പുണ്യവും ഉണ്ടെങ്കിൽ ലഅമറൂഹുന്ന ബിഹി, നബിതങ്ങളും സഹാബത്തുമൊക്കെ അവരോട് പോകാൻ പറയുമായിരുന്നു. വല അദിനൂ ലഹുന്ന ഫീഹി, അതിന് സമ്മതം കൊടുക്കുമായിരുന്നു. അതുണ്ടായിട്ടില്ല. ഓ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ പുരുഷന്മാര് പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കണം. അതിലേറ്റവും കൂലിയുള്ള നിസ്കാരം സുബ്ഹിന്റെ ജമാഅത്താണ് കേട്ടോ, പിന്നെ ഇശാഇന്റെ ജമാഅത്താണ് കേട്ടോ. ഇരിക്കട്ടെ, എല്ലാ ജമാഅത്തിനും ചുരുങ്ങിയത് 27 ദർജയുണ്ടെന്നല്ലേ ഒരു ഹദീസിലുള്ളത്. എന്നാൽ 70-നേക്കാൾ കൂടുതൽ ദറജകൾ കിട്ടുമെന്നല്ലേ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പല ഹദീസും വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ജമാഅത്തിന്റെ ഓഫർ വലിയ ഓഫറാ. ജമാഅത്തിന് പങ്കെടുക്കാതിരുന്നാൽ, മുതഅല്ലിമീങ്ങൾ പങ്കെടുക്കാതിരുന്നാൽ അവരുടെ ഇൽമു പഠിക്കുന്നതിൽ അവർക്ക് ഇഖ്ലാസ് പോരാന്ന അതിക്കേ പറഞ്ഞത്. അതിൽ തന്നെയാ പറഞ്ഞത്, റവാത്തിബ് സുന്നത്ത് മുഅക്കദാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണെങ്കിൽ ആ മുതഅല്ലിമിക്ക് ഇഖ്ലാസ് പോരാണ്. അതിൽ ഒരു സുന്നത്താണ് ഞാൻ പറഞ്ഞത്, ളുഹറിന് മുമ്പ് 4 റക്അത്ത്. അതിന്റെ ഓഫർ എത്ര എന്നറിയോ നിങ്ങൾ? മൻ സല്ലാ ഖബ്ല ളുഹരി, ളുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് വല്ലവനും നിസ്കരിച്ചാൽ, അതേ 4 റക്അത്തിൻ 4 റക്അത്ത് നിസ്കരിച്ചാൽ, ബനല്ലാഹു ലഹു
ബൈതം ഫിൽ ജന്ന ഔ ഖസ്റൻ ഫിൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവന് അള്ളാഹു സ്വർഗത്തിലൊരു വീട് കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഓഫർ നൽകുന്നു. 4 റക്അത്തിന് സ്വർഗത്തിലൊരു വീട്. ഇവിടെ തന്നെ ഒരു വീടുണ്ടാക്കാൻ കരുതുന്ന എത്ര ആള് നമ്മളെ സദസ്സിലുണ്ട്. സുഹൃത്തുക്കളെ, അള്ളാഹു വീട് വേണ്ടവർക്കൊക്കെ വീട് എളുപ്പമാക്കട്ടെ. പക്ഷെ ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഞാനും നിങ്ങളും ഇറങ്ങിപ്പോകണ്ടേ? ആ വീട്ടിൽ നമ്മൾ കാലകാലം താമസിക്കൂലല്ലോ. എന്റെ ബാപ്പ നിർമ്മിച്ച വീട്ടിൽ ഇന്ന് ബാപ്പ ഇല്ലല്ലോ, ഉമ്മ ഇല്ലല്ലോ. ഞാനും എന്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോകണ്ടേ? നമുക്ക് അവസാനം സ്വർഗത്തിലെത്തിയിട്ട് താമസിക്കാനുള്ള വീട്. അത് 4 റക്അത്ത് ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്ത് പതിവാക്കിക്കോ ഉമ്മമാരെ, പതിവാക്കിക്കോ ചെറുപ്പക്കാരെ. ആരോഗ്യമുള്ള സമയത്താണ് സുന്നത്തുകളൊക്കെ നന്നായി എടുക്കേണ്ടത്. വയസ്സായ ചിലപ്പോ ഊര കുനിക്കാൻ കഴിയൂല, അതുപോലെ മുട്ടിന് വേദനയായിട്ട് റുകൂഉം സുജൂദും ചിലപ്പോ കഴിയൂല. അതുകൊണ്ട് സുന്നത്തുകളൊക്കെ ചെറുപ്പത്തിലാണ് എടുക്കേണ്ടത്. അതിന്റെ പുറമെ ഞാനൊരു കാര്യം പറയട്ടെ, മരണത്തിന്റെ ഡേറ്റ് അറിയൂലല്ലോ. ഒരു പക്ഷേ ഇന്ന് ഞാൻ സ്റ്റേജിലാണ്, നാളെ ഈ സമയത്ത് ഖബറിലായിക്കൂടാ എന്നില്ലല്ലോ. അള്ളാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ തഖ്വയോടെ ദീർഘായുസ് തരട്ടെ. ഞങ്ങളത് ഈ പെട്ടെന്ന് പിടിച്ചെടുക്കല്ലേ അല്ലാഹ്. നമ്മൾ ആഖിറത്തിലേക്ക് സമ്പാദിക്കണ്ടേ? അപ്പൊ 4 റക്അത്ത് ളുഹറിന് മുമ്പ്, ളുഹറിന് ശേഷവും ഉണ്ടൊരു 4 റക്അത്ത്, അസറിന് മുമ്പുണ്ടൊരു 4 റക്അത്ത്, മഗ്രിബിന് മുമ്പുണ്ടൊരു 2 റക്അത്ത്, മഗ്രിബിന് ശേഷമുള്ളൊരു 2 റക്അത്ത്, ഇശായിന് മുമ്പുണ്ടൊരു 2 റക്അത്ത്, ഇശായിന് ശേഷമുണ്ടൊരു 2 റക്അത്ത്, സുബ്ഹിന് മുമ്പുണ്ടൊരു 2 റക്അത്ത്. അസറിന്റെയും സുബ്ഹിന്റെയും ശേഷം സുന്നത്ത് നിസ്കാരമില്ല. ആകയാൽ 22 റക്അത്ത് റവാത്തിബ് സുന്നത്തുണ്ട്. അതിൽ 10 പ്രത്യേകം ശക്തിയായ സുന്നത്താണ്. അതേതാണ്? സുബ്ഹിന് മുമ്പ് 2, ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശായിന് ശേഷം 2. ആ സുന്നത്തും നിസ്കരിക്കാത്ത മുതഅല്ലിമാണെങ്കിൽ അവൻ ആഖിറത്തിൽ വേണ്ടി ഇൽമു പഠിക്കുന്ന മുതഅല്ലിമല്ല എന്നിങ്ങനെയാണല്ലോ വിവരിച്ചത്.